ഞാൻ 5ഓ 6ഓ ആയിട്ട് കീറി വെള്ളപ്പേപ്പർ ഒട്ടിച്ച് ബുധനാഴ്ച ദിവസം സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ പുതിയ നോട്ട് കയ്യിലേക്ക് തരും. എന്നിട്ട് ആ കീറിപ്പറിഞ്ഞ ഒട്ടിച്ച നോട്ടിന്റെ അടിച്ചിറക്കിയ റിസർവ് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണം. അടിച്ചിറക്കിയ റിസർവ് ബാങ്ക് തിരിച്ച് സ്വീകരിക്കാത്ത ഒരു നോട്ടുണ്ടെങ്കിൽ കറയുണ്ടായിരുന്നു, പോയോ? അതല്ല മോനെ, ഇതാണ്. തിരിച്ച് സ്വീകരിക്കാത്തൊരു നോട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതൊരു കറയാണ്, പുകയില കറയാണ്. ഇതുണ്ടോ ഈ നോട്ടിലേക്ക്? ഈ നോട്ട് ഈ തിരൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെ കൊടുത്താലും 100 രൂപ വിലയുടെ വസ്തു ആരും തരികയല്ല. ഈ 100 രൂപ ഉപയോഗശൂന്യമാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. കൊണ്ടുപോയാലോ എനിക്ക് ജാമ്യം പോലും കിട്ടുകയില്ല. കാരണം ജാമ്യം കിട്ടാത്തൊരു പ്രവൃത്തിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. നോട്ടിനെ നശിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിലാണ് അറസ്റ്റ് ചെയ്യുക. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാ. എന്നിട്ട് പോലും ഞാൻ ഇത്ര ധൈര്യത്തിൽ ഇത് കാണിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ വിൽക്കുന്ന മരുന്ന് കൊണ്ട് പോകാത്ത ഒരേ ഒരു കറയേ ഉള്ളൂ. ഇരുമ്പ് കറ പോകുകയില്ല, ബാക്കി എല്ലാ കറയും വായിക്കാം. അത്ര കടുത്ത കറയാണിത് കേട്ടോ. ഇരിക്കുന്നതോറും കത്തിക്കഴിഞ്ഞ നോട്ടായി മാറുന്നുണ്ടോ? ഈ നോട്ട് ഞാനൊന്ന് വെള്ളത്തിൽ കഴുകി കാണിച്ചു തരാം. ഞാൻ ഈ വെള്ളത്തിൽ ഈ നോട്ട് കഴുകി കാണിച്ചു തരണ്ടോ? വെള്ളത്തിന്റെ കഴിയിൽ കണ്ടോ, കളറുള്ള വെള്ളമാണ് പോകുന്നത്. കുറച്ച് കറയൊക്കെ പോകും. പക്ഷേ 100 രൂപ കൊടുത്താൽ 100 രൂപ വിലയുള്ള ഒരു വസ്തു വാങ്ങുന്ന രീതിയിൽ ഈ കറയെ മായ്ക്കാൻ ഒരു വെള്ളത്തിൽ കഴിയണം. എന്റെ കൈവശം സോപ്പിട്ട് കഴുകി കാണിച്ചു തരാം. നമുക്കറിയാം, നോട്ട് പേപ്പറാണ്. വെള്ളത്തിലും സോപ്പിലും കഴുകി കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് എന്ത് സാധനം വാങ്ങിയാലും ഈ 100 രൂപ എടുക്കുകയല്ല. ഇത് കഴുകിയ നോട്ടാണെന്ന് പറയും. ഈ നോട്ട് ഞാൻ ആരുടെ കയ്യിലേക്കും തരാം. ഇത് കഴുകിയ നോട്ടാണെന്നോ പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ ഇതിൽ കറയോ എനിക്ക് ആർക്കും കാണിച്ചു തരാൻ സാധിക്കില്ല. ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത ATM നിന്നൊക്കെ കാർഡായിട്ടുള്ള മഷി നോക്കാം. ഈ ATM എടുക്കുന്ന കഴുകി സോപ്പിട്ട് കഴുകി ഈ നോട്ടിലെ കറയെ മായ്ക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിൽക്കുന്ന ഈ മരുന്ന് മഷി മായ്ക്കാൻ ഒരു കുപ്പി ഇഷ്ടമുള്ള എടുത്തോന്നെ. ഈ മോൻ എടുക്കുന്നുണ്ട്. ഈ മോനെ കൊണ്ട് എടുത്തെന്താ അറിയാമോ? ഞാൻ എടുക്കുമ്പോൾ എനിക്ക് അത് ഒറിജിനലും ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ കുട്ടീനെ കൊണ്ട് ഒരെടുപ്പിച്ചത് കേട്ടോ. ഈ നോട്ട് ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ട് മാത്രമല്ല, ഈ നോട്ട് ആരുടെ കയ്യിലേക്കും തരാം. ഇത് ഒരു തുള്ളി ഇറ്റിച്ചാൽ ഒരു കറ വായിക്കാൻ സാധിക്കുന്ന മരുന്ന്. ഈ നോട്ട് ഏതാണ്? വെള്ളത്തിൽ കഴുകി അവശനാക്കിയ നോട്ടാണ്. സോപ്പിട്ട് കഴുകി അവശനാക്കിയ നോട്ടാണ്. ഈ നോട്ടിലേക്ക് ഈ മരുന്ന് ഞാൻ ഒഴുക്കിയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി ഇറ്റിക്കല്ല ചെയ്ത, ഒഴുക്കിയാണ് ചെയ്തത്. കണ്ടോ? ഈ മരുന്ന് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നോട്ടിന് പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഡാമേജ് ആർക്ക് കാണിച്ചു സാധിക്കില്ല. ആരുടെ കയ്യിലേക്ക് ഈ നോട്ട് ഞാൻ തരാം. ഇന്ന് റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത പുതിയ നോട്ടാക്കി മാറ്റാം. 100 രൂപ കൊടുത്താൽ 100 രൂപ വിലയുടെ വസ്തു വാങ്ങുന്ന രീതിയിൽ വെള്ളത്തിലോ സോപ്പിലോ കഴുകി പോകാത്ത നോട്ടാണ് പുതിയ ഫ്രഷ് നോട്ടാക്കി മാറ്റുന്നത്. ഈ നോട്ട് ആരുടെ കയ്യിലേക്ക് തരാം. കഴുകിയ നോട്ടാന്ന് പോലും ആരും പറയുകയില്ല. പ്രിന്റിങ്ങിനോ പേപ്പറിനോ ഒരു ഡാമേജോ ഒരു അഴുക്കോ ഒരു കറയോ ഈ നോട്ടിൽ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. ഫ്രഷ് നോട്ടായി മാറും. ഫുള്ളായിട്ട് കഴുകി തേച്ചിട്ടുണ്ട് മരുന്ന് കേട്ടോ. എവിടെയെങ്കിലും ഒരു കറയുണ്ടെങ്കിൽ ഈ മരുന്ന് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും കേട്ടോ. അതിനകത്ത് ഒരു